ഹലോ എവരി വൺ. ഇന്നലെ കാണിച്ച ബ്ലൗസിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് പീസെല്ലാം കഴിഞ്ഞു. അത് മാറ്റി വെച്ചിട്ട് അടുത്ത് ബാക്ക് പീസ് എടുത്ത് ബാക്ക് പീസിൽ താഴത്തെ ബെൽറ്റ് അടിക്കാം. അപ്പോൾ ബെൽറ്റ് അടിക്കുന്നതിന് മുന്നേ ഒരു ഐഡിയ കൂടെ പറഞ്ഞു തരാം. അതായത് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ബെൽറ്റൊക്കെ അടിക്കത്തില്ലേ, ബെൽറ്റൊക്കെ അടിക്കുമ്പോൾ ഇൻ കേസ് നമുക്ക് ഒരു ശകല വ്യത്യാസം, ഒരു അര ഇഞ്ചോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ശകലം വ്യത്യാസമൊക്കെ ചിലപ്പോൾ തയ്ക്കുന്ന സമയത്ത് സംഭവിച്ചാൽ നമുക്കത് കറക്റ്റാണോ ഇല്ലേ എന്നൊക്കെ നോക്കാനും ഇതുപോലെ കണ്ടോ ഫ്രണ്ട് പീസ് ഇതുപോലെ വച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. നമ്മൾ അടയാളപ്പെടുത്തിയെടുത്ത് തന്നെയാണോ ഇതിരിക്കുന്നത്, അതോ കുറവ് വന്നോ എങ്കിൽ അതനുസരിച്ച് അവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഒരേ ലെവലിന് വരും. ഇതിപ്പോൾ കറക്റ്റ് അളവാണ്, കണ്ടോ. ഇത് ഞാൻ മാർക്ക് ചെയ്ത അതേ അളവിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ നമുക്ക് ഇതുപോലെ നോക്കിയിട്ട് തയ്ച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ. എന്നിട്ട് ഇതുപോലെ ബെൽറ്റ് ബാക്കിലുള്ളത് അതേ അളവിന് നമ്മൾ വരച്ചിരുന്ന അതേ അളവിന് അങ്ങ് തയ്ച്ചെടുക്കുക. എന്നിട്ട് പുറത്തൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടിച്ച് വയ്ക്കാം. ഇപ്പോൾ ബാക്കിൽ ഹെമ്മിങ് ചെയ്യണമെന്നുള്ളവർക്ക് ഹെമ്മിങ് ചെയ്യാം, ഇല്ല എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ വിടാം. ഓക്കെ. ഇനി ബാക്ക് ഡോട്ട് പിടിക്കാൻ നമ്മൾ ഷോൾഡറിൻ്റെ നേര് പകുതി ഇതുപോലെ എടുത്തിട്ട് കറക്റ്റ് ഇതുപോലെ നേര് പകുതി കറക്റ്റ് അടുത്ത് വച്ചിട്ട് നമ്മളവിടെ ഇവിടെ ഒന്ന് കീറി കൊടുക്കണം. ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുമ്പോൾ അവിടെ അടയാളം വരും, കണ്ടോ. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഡോട്ടിടാം. ഇവിടെ ഒരു അര ഇഞ്ചും 4.5 ഇഞ്ച് നീളത്തിനും 4.5 എടുക്കാം. അതുപോലെ ഈ സൈഡും രണ്ടും ഒരേ അളവായിരിക്കണം. ഇനി അടുത്ത് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം. നമ്മൾ കൈക്കുഴിയുടെ അതേ ലെവലിന് രണ്ട് കൈയുടെയും ആ കൈക്കുഴിയുടെ ഭാഗത്ത് ഒരേ ലെവലിന് വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ. രണ്ട് സൈഡും ഇതുപോലെ ജോയിൻറ്റ് ചെയ്യണം. ഇവിടെ 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഫ്രണ്ടിൽ ക്രോസ് പീസ് വയ്ക്കുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് ഫ്രണ്ടിലോട്ടിരിക്കണം. അവിടെ എത്തുമ്പോഴത്തേക്ക് ശകലം ഒന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ പതിഞ്ഞങ്ങിരിക്കും. പിന്നെ കെട്ടൊക്കെ വയ്ക്കുന്നവർക്ക് കുഴപ്പമില്ല. ഇനി കൈ ജോയിൻറ്റ് ചെയ്യാം. സെൻറ്റർ നോക്കി വെച്ച് ഇതുപോലെ അടിച്ച് കൈ ജോയിൻറ്റ് ചെയ്യാം. അവിടെയും 2 തയ്യൽ കൊടുക്കണം കേട്ടോ. ഞാനിന്നലെ ഒരു ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. നല്ല ക്ലാസ്സാണ്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യണം. ഓഫ്ലൈനിൽ ക്ലാസ്സുണ്ട്, ഇത് ഓൺലൈനിലായിട്ടാണ്. ഇത് ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് നമ്മൾ ക്ലാസ്സുകൾ റെക്കോർഡായിട്ട് അയക്കുന്നത്. എല്ലാം നല്ല ക്ലിയറായിട്ട് സംശയങ്ങളൊക്കെ തീർത്ത് തന്നെയാണ് ക്ലാസ് പോകുന്നത്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. 20-ാം തീയതി വരെ ജോയിൻ ചെയ്യുന്നവരെ എ ഡിവിഷനിലും, അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നവരെ ബി ഡിവിഷൻ, അങ്ങനെയൊക്കെ ആണ് ക്ലാസ് തിരിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണേ. നമ്മളവിടെ ആ നോച്ചസ് ഇട്ട് അവിടെ അത് നേരെ ആ സ്ലീവ് റൗണ്ട് അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് നേരെ അതിലോട്ട് വരണം. അതുപോലെ നേരെ താഴെ നമുക്കൊരു ഉദ്ദേശമുണ്ടല്ലോ 2 ഇഞ്ച്, അത് കണക്കാക്കി
താഴോട്ട് വന്നാൽ മതി. ഇനി അടുത്ത ലൈനിങ് ബ്ലൗസുമായിട്ട് വരാം കേട്ടോ. ലൈനിങ് ബ്ലൗസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈനിങ് ബ്ലൗസുമായിട്ട് വരാം. എക്സ്ട്രാ ഒരു 2 തയ്യലും കൂടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, താങ്ക് യു.